ആ മോളെ, നീ വരേണ്ട ടൈമെല്ലാം കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് വിളിച്ചിന് അച്ഛൻ. മീറ്റിങ്ങാ? മീറ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞൂടെ? ഞാൻ വരാൻ വൈകും അച്ഛാ. മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ വേവിലാതി വിളിപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ. ഓനെടിയുണ്ട് ചോദിച്ചോണ്ടുണ്ട്. എന്താ ഇത്ര വൈകിയെന്ന് ചോദിക്കുന്നുണ്ടവൻ. ഞാൻ എന്നാ പറയണ്ട്? അച്ഛാ, ഞാൻ പുഴ കടന്നു ഇപ്പുറത്തെത്തിയേ. അത് പിന്നെ ഇന്ന് പെട്ടെന്നാണ് സ്റ്റാഫ് മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ടായിനി. എൻ്റെ വിചാരം ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു എന്നാണ് കേട്ടാ. പെട്ടെന്നായതുകൊണ്ട് എനിക്ക് വിളിച്ച് പറഞ്ഞു എന്നുള്ള ധാരണയില്ല ഞാൻ പറയാതിരുന്നത്. ഞാനിപ്പോൾ എത്തും, കടവ് കടന്ന് ഇങ്ങെത്തി. അച്ഛൻ ആര് വന്നു എന്നാ പറഞ്ഞേ? ഓഹോ, ഇന്ന് നേരത്തെ എത്തിയാ? എന്നാ ഇന്നത്തെ കാര്യം കണക്കന്നെ. നല്ല ഭാവി ഓർത്തിട്ടാണ് എനിക്ക് ആ സമയത്ത് ആ ഒരു കല്യാണം ഉറപ്പിച്ച് ശരിയാക്കി തന്നിനി. ഇങ്ങനെ വരുന്നൊന്നും എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചൊരു വിഷയമല്ല അത്. എനിക്ക് സങ്കടമുണ്ട്. എൻ്റെ മോൾക്ക് ഒരു ഇങ്ങനെയില്ല ഒരു ഭർത്താവിനാണല്ലോ ഞാൻ കെട്ടിച്ച് വിട്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നീ തീരുമാനം എടുക്കുക. അതിനപ്പുറം എല്ലാ കാര്യത്തിലും എനിക്ക് അച്ഛൻ ഇടപെടാൻ ആവില്ല. അച്ഛാ, അച്ഛൻ തന്നെയല്ലേ പറഞ്ഞനി ഓൻ്റെ പേരുള്ള ജീവിതം നല്ലതാണ്, അതുകൊണ്ട് നീ ഒന്നിനും പേടിക്കണ്ട മോളെ എന്നല്ല അച്ഛൻ തന്നെയല്ലേ പറഞ്ഞനി. അയാളെ കൊണ്ട് ഞാൻ മടുത്തു അച്ഛാ. അയാളിപ്പോഴും ജീവിക്കാൻ എനിക്ക് ഇനി കഴിയുന്നില്ല, അത്രയും ഞാൻ മടുത്തു. ഇനി എനിക്ക് ഇതിൻ്റെ പേരിൽ എനിക്ക് ഇടപെടാനൊന്നും പറ്റില്ല കേട്ടാ. ഇതിനെ കുറേ പ്രാവശ്യം ഞാൻ സംസാരിക്കുന്നു. ഓൻ്റെ കാര്യങ്ങളായി സംസാരിക്കാനുണ്ടെങ്കിൽ നീ പറഞ്ഞ് തീർക്കുക. ഞാൻ ഇടപെടില്ല, ഉറപ്പാണ്. ഞാനിനി ഈ വിഷയത്തിൽ ഇടപെടില്ല. ആ അച്ഛാ, ഇന്ന് മീറ്റിംഗ് എന്നെല്ലാം പറഞ്ഞാൽ പെട്ടെന്നായതുകൊണ്ട് തന്നെ ആടുന്ന് മീറ്റിങ്ങിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ? ദാഴ്ച വെള്ളം കിട്ടിയില്ല, മനുഷ്യന്മാർ ക്ഷീണിച്ച് വരെയെന്ന്. ഇനി ബാക്കിയുള്ളതിന് ഇടുന്നും കേൾക്കണ്ടേ? മടുത്തുപ്പാ. ഒന്ന് എത്ര സമയമായിട വന്നിട്ട് കലകലയാക്കുന്നു. ഞാൻ പറഞ്ഞ് മടുത്തു. കുറച്ച് വൈകും മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മടുത്തു ഞാൻ. ഇനി ഓൻ എന്തെങ്കിലും പറഞ്ഞു നോക്ക്, അതൊന്ന് കേട്ടിട്ടാന്നങ്ങ് വെച്ചോ. ഇനി ഓനോട് അതിന് 1 പറഞ്ഞു 2 പറഞ്ഞു 3 പറഞ്ഞു കലമ്പിനൊന്നും നീ നിൽക്കണ്ട. നീ പോട്, നിന്റെ പണിയെടുക്ക്. ഓ, ടീച്ചർ എത്തിയാ? ഇന്ന് ഏതോന്റെ പേരൊക്കെ ഇറങ്ങിയിട്ടാണ് ഈ സന്ധ്യക്ക് കയറി വരുന്നത്. ഒന്നും പറയണ്ട, ഒന്നും നിൽക്കണ്ട. അല്ല, ഈ നാട്ടിൽ ഈ രാത്രി 8 മണി വരെ തുറന്നു വെക്കുന്ന ഏത് സ്കൂളായാല്? ഞാൻ പറഞ്ഞിരുന്ന തെറ്റ് ഏതോന്റെ പേരൊക്കെ ഇറങ്ങാൻ പോയി എന്നുള്ളത്. എന്റെ ദൈവമേ, ഇത്ര സംശയമില്ല നിങ്ങൾക്ക്? എന്നാ എന്നെ ഒഴിവാക്കിയിട്ട് പോയിക്കോ. ഇത് എപ്പം വന്നാലും അതും ഇതും പറഞ്ഞോണ്ട് മനുഷ്യന്മാർക്ക് എനിക്ക് തല്ലാനും കൊല്ലാനും അല്ല എൻ്റെ മോളെ തന്നിനി. ഇറങ്ങുന്ന നീ ഇരുന്ന് വേഗം. നിങ്ങളെ മോളെ വായിലെ നാവിന്റെ കുറവ് കൊണ്ടാന്ന് തല്ലണ്ടി വരുന്നത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒരു മിനിറ്റ് നിൽക്കില്ല, ഞാനിപ്പോ ഇറങ്ങിപ്പോ. ഇറങ്ങി പോയിക്കോ, ഇനി വേറെ ഒന്നും പറയാനില്ല. ഞാൻ പോകുന്നുണ്ടോ? നിന്റെ അച്ഛന്റെ വാക്കൊന്നും കേട്ടില്ല. ഒരു മിനിറ്റ് ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. പോന്നോ, പോയിക്കോട്ട്. എനിക്ക് വയ്യ പോയിട്ടാണ് വിളിച്ചോടല്ല പണി. അയ്യോ, അങ്ങനെ പറയല്ല. എനിക്ക് എന്റെ ഭർത്താവിനെ വേണ്ടേ. ഈ ഭർത്താവിനോട് നീ പോയി വിളിച്ചോ, എന്നെ കിട്ടൂല ഇനി. അങ്ങനെ പറയല്ല അച്ഛൻ, വിളിക്കച്ചാ. എനക്കാവൂല എന്ന് പറഞ്ഞാവില്ല. ഞാൻ ആദ്യേ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഞാൻ ഇടപെടില്ല. ഇപ്പം മനസ്സിലായില്ലേ? ഇനി സ്വന്തം മക്കളെ കാര്യത്തിൽ തീരെ ഇടപെടാൻ പറ്റൂല എന്നില്ല നിനക്ക് ബോധ്യപ്പെട്ടില്ലേ?